നാടിനെ നടുക്കി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മരണം. ഒഴുക്കിൽപ്പെട്ട മൂന്നാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു. മണർക്കാട് ഒറ്റപ്ലാക്കിൽ വീട്ടിൽ എമിൽ സുനിലാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു വേർപാട്. അശമന്നൂർ പെരിയാർ വാലി കനാലിൽ ഒഴുക്കിൽപ്പെട്ട മൂന്നാമത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിയും മരണത്തിന് കീഴടങ്ങി. കോട്ടയം മണർകാട് ഒറ്റപ്ലാക്കൽ വീട്ടിൽ എമിൽ സുനിൽ എന്ന 20-കാരനാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആയിരുന്നു വേർപാട്. ചൊവ്വാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ മലപ്പുറം സ്വദേശി അജ്മൽ, കൊല്ലം സ്വദേശി അജ്സൽ എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ഇതോടെ നാടിനെ നടുക്കിയ അപകടത്തിൽ പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം 3 ആയി. അശമന്നൂർ പഞ്ചായത്തിലെ ചെറുകുന്നം തലപ്പുഞ്ചയിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവർ. കനാലിലെ ആഴമേറിയതും അടിയൊഴുക്കുള്ളതുമായ അശമന്നൂർ തിരുവല്ലാഴപ്പൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളിക്കടവിലാണ് വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. വേനൽക്കാലമാണെങ്കിലും ഭൂതത്താൻകെട്ട് അണക്കെട്ടിൽ നിന്നും ജലം ശക്തമായി ഒഴുകുന്ന സമയമായിരുന്നു. കുളിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി നടത്തിയ വിപുലമായ തെരച്ചിലിലാണ് മൂവരെയും പുറത്തെടുത്തത്. അജ്മലിന്റെയും അജ്സലിന്റെയും ജീവൻ അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന എമിലിനെ ഉടൻ കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ ശ്രമിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. പുറമെ ശാന്തമെന്ന് തോന്നുമെങ്കിലും കനാലുകളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന് അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്നതാണ് ദുരന്തങ്ങളുടെ പ്രധാന കാരണം. നീന്തൽ അറിയുന്നവർ പോലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ പെരിയാർ വാലി കനാലിൽ ഇറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.